ഹലോ ഫ്രണ്ട്സ്, ഷൺമുഖ പ്രഗ്യൻ സംവിധാനം ചെയ്ത് 2025 റിലീസായ തമിഴ് മൂവിയാണ് ലവ് മാരേജ്. ഇതൊരു തെലുങ്ക് ചിത്രമായ അശോകവനത്തിലോ അർജുന കല്യാണത്തിൻ്റെ റീമേക്കാണ്. അവിവാഹിതനായ രാമചന്ദ്രൻ എന്ന 33 വയസ്സുകാരന് സമൂഹം വിവാഹത്തിൻ്റെ പേരിൽ നൽകുന്ന സമ്മർദ്ദങ്ങളും വിവാഹപ്രായം എന്നതിനെക്കുറിച്ചുള്ള ചിന്തയും രാമചന്ദ്രന് നേരിടേണ്ടി വരുന്നു. പൂർണ്ണമായും പരമ്പരാഗതമായ അദ്ദേഹത്തിൻ്റെ കുടുംബം അവരുടെ തന്നെ സമുദായത്തിൽ ഒരു അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് നിയമങ്ങളിൽ ഇളവ് വരുത്തി അംബികയുമായി വിവാഹം ഉറപ്പിക്കുന്നു. ചിത്രം ആരംഭിക്കുന്നത് രാമചന്ദ്രൻ്റെയും അംബികയുടെയും വിവാഹ നിശ്ചയ ചടങ്ങുകളോടെയാണ്. മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം കണ്ടവരായതിനാൽ അവർക്ക് അത്ര പരിചയമില്ല. ഇതിനിടയിൽ കോവിഡ്-19 പാൻഡമിക് കാരണം വിവാഹ നിശ്ചയ ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് മുൻപ് ഒരു രാജ്യവ്യാപക ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവായി മാറുന്നു. ഇത് വധുവിൻ്റെയും വരൻ്റെയും കുടുംബങ്ങളെ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാൻ നിർബന്ധിതരാക്കുന്നു. ഇത് രസകരവും ചിലപ്പോൾ അസൗകര്യമുണ്ടാക്കുന്നതുമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നു. ഈ അപ്രതീക്ഷിത സഹവാസത്തിനിടയിൽ രാമചന്ദ്രനും അംബികയും പരസ്പരം കൂടുതൽ അടുത്തറിയാൻ തുടങ്ങുന്നു. എന്നാൽ അവർക്ക് പരസ്പരം അത്ര ചേർച്ചയില്ലെന്ന് വ്യക്തമാകുന്നു. ഒരു ഘട്ടത്തിൽ അംബികയ്ക്ക് തൻ്റെ കോളേജ് സീനിയറായ ഗൗതമിനോട് പ്രണയമുണ്ടെന്ന് അനുജത്തി രാധയോട് പറയുന്നു. തനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലെന്നും ഇക്കാര്യം വീട്ടിൽ സൂചിപ്പിച്ചിരുന്നുവെന്നും ഗൗതം ഒരു പിന്നോക്ക സമുദായക്കാരനായതുകൊണ്ട് അവളുടെ അച്ഛൻ ഗൗതമിനെ അംഗീകരിച്ചില്ല എന്നും അംബിക അനിയത്തി രാധയോട് പറഞ്ഞു. അംബിക ഗൗതവുമായി ഒളിച്ചോടുന്നു. ഈ സംഭവം ഒരു തർക്കത്തിലേക്ക് നയിക്കുന്നു. രാമചന്ദ്രൻ്റെ അമ്മാവൻ സാഹചര്യം വഷളാക്കാൻ ശ്രമിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാമചന്ദ്രനും രാധയും തമ്മിലടുക്കുന്നു. പക്ഷേ അവരുടെ ഇഷ്ടം അവർ പരസ്പരം പുറത്തു പറയുന്നില്ല. ഒടുവിൽ രാമചന്ദ്രൻ്റെ കുടുംബവും തിരികെ പോകാൻ തുടങ്ങുന്നു. ഒടുവിൽ രാമചന്ദ്രൻ രാധയോട് ധൈര്യപൂർവ്വം വിവാഹാഭ്യർത്ഥന നടത്തുകയും ആവശ്യമുള്ളിടത്തോളം കാലം കാത്തിരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. 3 വർഷത്തിനു ശേഷം രാമചന്ദ്രനെ രാധ വിവാഹം കഴിക്കുന്നു. അവരുടെ കുടുംബങ്ങളുടെ സമ്മതത്തോടെ അവർ ഒന്നിക്കുന്നു. ഇതുപോലുള്ള മൂവീസ് ആൻഡ് സ്റ്റോറി എക്സ്പ്ലനേഷൻ അറിയാൻ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.